ഹായ് വെൽക്കം ബാക്ക് അശ്വിൻ ദ ഗെയിം കോച്ച്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്, ചെറുതായിട്ടൊരു ആക്ടിങ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ആക്ടിങ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ആ ഡേയ്, നീ പുതിയ ഫോൺ എടുക്കുന്ന കാര്യം എന്തായി? ഞാൻ പുതിയ ഫോൺ എടുക്കാൻ വേണ്ടി നിൽക്കുക. എൻ്റെ അച്ഛൻ ഇന്നലെ എനിക്ക് പുതിയ ഫോൺ എടുത്തു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടനെ പുതിയ ഫോണ് എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടും. നിനക്കെന്താ ഡേ, വല്ലതും കിട്ടുമോ? വാടാ. ഓ, എടുത്തേക്കൊക്കെ ചെയ്യും എനിക്ക് പുതിയ ഫോൺ. എനിക്ക് എടുത്തു തരാതിരിക്കൂല. ഏതായാലും എടുക്കും എനിക്ക് ഫോൺ പുതിയത്. ഇനിയിപ്പം എനിക്ക് പുതിയ ഫോൺ കിട്ടിയ ഉടൻ തന്നെ ഞാൻ എടുക്കും. നീ എടുക്കണതിനെക്കാട്ടി നല്ലൊരു സെറ്റായിരിക്കും ഞാൻ എടുക്കണം. കേട്ടാ? നീ എടുക്കണ ഏതാടേ? സാംസങ്ങാ, വിവോയാ, അതോ എൽ ജി അല്ല, റിയൽമി എടുക്കുമോ? ഏതായിരിക്കും എടുക്കണത്? ഞാൻ ഏതായാലും ഇനി 5G ഫോണേ എടുക്കുള്ളൂ. 4G ഫോണൊന്നും ഞാനീ എടുക്കില്ല. ഓ, മൊടയാണോ? ഞാൻ എടുക്കണ സെറ്റ് ഏതെന്നറിയാമോ? റിയൽമി 11 Pro Plus. കിടില സെറ്റാണ്. അതുകൊണ്ട് നീ എടുക്കണതിനെക്കാട്ടി നല്ല സെറ്റായിരിക്കും കേട്ടാ. ഏതായാലും എനിക്ക് പുതിയ ഫോൺ കിട്ടുന്ന സമയത്ത് നീ അതിന് മുമ്പേ ഫോണെങ്കിലും എടുക്കുമോ ഇവിടെ? എനിക്ക് തോന്നുന്നില്ല നീ എടുക്കൂ കേട്ടാ. നീ അതിന് മുമ്പേ പെട്ടെന്ന് ഫോൺ എടുക്കണമെങ്കിൽ എടുത്തോ. എനിക്ക് ഇപ്പം 10th റിസൾട്ട് വന്നുകൊണ്ടാണ് എനിക്ക് പിന്നെ ഉടനെ പുതിയ ഫോണ്. ഇപ്പം എനിക്ക് കുറേ പൈസയൊക്കെ എനിക്ക് കിട്ടി. അത് വെച്ച് ഞാൻ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്മൂത്ത് ഇത്രയും സന്തോഷമുള്ളത്. നിനക്ക് വല്ല നടക്കോടെ? എന്തോ? ഞാനാ ഞാൻ മുമ്പേ റിസൾട്ട് അറിഞ്ഞു. ചിലപ്പോൾ ഞാൻ നല്ല ഫോൺ എടുക്കും. നീ എടുക്കണതിനെക്കാട്ടി പൊട്ട ക്വാളിറ്റി ഫോണൊന്നുമല്ല. ശവത്തി കുത്താതെ ചുമ്മാ ഇരുത്തണത്ത് ഇങ്ങനെ ആക്കണത്. ഞാൻ ഏതായാലും നല്ല സെറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. എൻ്റെ SSLC റിസൾട്ട് ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും, അതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് അറിയാൻ പോകണം. ഏതായാലും ഇപ്പോൾ ഉടനെ പുതിയ ഫോൺ എനിക്ക് എടുത്തരും. പക്ഷെ നീ ഉടനെ കിട്ടുമെന്നല്ല, നിൻ്റെ റിസൾട്ട് അടുത്ത 2-3 ദിവസമായല്ലോ. എനിക്ക് ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഫോൺ കിട്ടാൻ പോകുന്നത് കേട്ടാ. ഓ, അങ്ങനെയാണല്ലേ. ഫോണിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ പോകാൻ പോകണം. ഇന്നപ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശി എന്തിനാ എൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിന്നപ്പോൾ ഞാനിപ്പോൾ മുത്തശ്ശിയുടെ വീട്ടിൽ പോകാൻ പോകണം. ഏതായാലും മുത്തശ്ശി എൻ്റെ വീട്ടിലാണ് പറഞ്ഞത്. ഇനിയിപ്പം അവർ അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവരെ കൊണ്ടാക്കുമ്പോൾ ഏതായാലും ഞാൻ കൂടെ പോകും കേട്ടോ. ആ ആ അതായിരിക്കും നല്ലത്. ഞാൻ ഏതായാലും ഇനി തിരിച്ച് ഞാനും വീട്ടിൽ പോകാൻ പോകണം. ഇന്നപ്പോൾ ഏതായാലും എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകണം. അവിടെ ഇന്ന് വൈകുന്നേരം എന്തോ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുക എൻ്റെ കസിൻ ചേച്ചിയുടെ. അവിടെ നിന്ന് നല്ല ഫുഡ് അടിക്കാം. ഏതായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അറിയാം എന്താണെന്ന് ഇന്നത്തെ ഫുഡ്. വൈകുന്നേരത്തെ ബിരിയാണി ആവണേ ദൈവമേ. ആരുമായിരുന്നല്ലേ നീ? ശരി, നാളെ കേട്ട് ഞാൻ ഏതായാലും ഇനി വീട്ടിൽ പോട്ട്. എന്താ പറ്റിയാടാ പോലെ നിൻ്റെ ഒരു മുഖത്തൊരു വിഷമം പോലെ? നീ അവനായിട്ട് അടി കൂടിയാ? ആ ജോയുമായിട്ട്? എന്താ മുഖം കടുത്തിരിക്കുന്നത് ഒരുമാരത്തെ വിഷമം പോലെ? ഞാനോ? അവനായിട്ടോ? ഞാൻ തന്നെ അവനായിട്ട് അടി കൊണ്ടാണ്? അവൻ്റെ ഓരോ സംസാരം കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അവൻ്റെ കുറേ പുതിയ ഫോണ് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് ഇങ്ങനെ പുതിയൊരു ഫോൺ തൽക്കാലം ഒപ്പിച്ച് തരൂ. പുതിയ ഫോണ്. ആ റിസൾട്ട് ഇനിയിപ്പം കുറച്ച് നാളെ അറിയാൻ പറ്റൂല. അപ്പോഴുമല്ലേ എനിക്ക് ഫോൺ എടുത്ത് തരും. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി. പിന്നെന്ത്? റിസൾട്ട് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അന്ന് ഞാൻ ഫോണോടെ കൊണ്ടുപോയി നല്ലൊരു ഫോൺ നോക്കി ഞാൻ വാങ്ങിച്ചു തരും. മോൻ്റെ അച്ഛനാണ് ഈ വാക്ക് പറയണത് കേട്ടാ. താങ്ക്സ് അച്ഛാ. എനിക്ക് അച്ഛനേ ഉള്ളൂ എനിക്കിങ്ങനെയൊക്കെ പറയാൻ. എനിക്ക് നല്ലൊരു ഫോണായിരിക്കണം എനിക്ക് കിട്ടണത്. എന്നിട്ടാണ് അവൻ്റെ ഫ്രണ്ടിൽ പോയി 3-4 ഡയലോഗ് അടിക്കാൻ ഈ ഫോൺ പുതിയത് കിട്ടിയിട്ട് ഒന്ന് ഷൈൻ ചെയ്യണം എനിക്ക് അവൻ്റെ ഫ്രണ്ടിൽ പോയി ഈ ഫോണും വെച്ചിട്ട് പുതിയത്. എങ്ങനെയെങ്കിലും എൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ മതിയായിരുന്നു. ഡാ മോനെ, ഇന്നാണ് നിൻ്റെ റിസൾട്ട് അറിയണത്. നീ പെട്ടെന്ന് മറ്റേ കമ്പ്യൂട്ടർ എടുത്ത് ഞാൻ സൈറ്റിൽ നോക്കിയാൽ നീ ഇന്ന് പാസ്സായിട്ടുണ്ടാന്ന്. അയ്യോ അച്ഛൻ, എന്തോ പറയുന്നത്? ഇന്നാ റിസൾട്ട്? അയ്യോ, എനിക്ക് പേടിയാണ് അച്ഛൻ. എനിക്ക് നോക്കാൻ പേടി. അതോ പൊട്ടിയ എൻ്റെ എല്ലാം പോയി. അവൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇതായി പോകും. എങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്ന് നോക്കണം. എനിക്ക് ആ റിസൾട്ടിൻ്റെ ഇത് ഞാൻ നോക്കിയാൽ ചിലപ്പോൾ ശരിയാവില്ല. അച്ഛനും അമ്മയും നോക്ക്. നീ പേടിക്കാതാവാ, നീ ജയിച്ചേക്കും. ഇപ്പം അച്ഛൻ ആ സൈറ്റ് നോക്കിയിട്ട് നീ ജയിച്ച ആ റിസൾട്ട് നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്നെ നിൻ്റെ ഫ്രണ്ടിലേക്ക് എടുത്ത് പബ്ലിഷ് ചെയ്യും കേട്ടാ. ഞാൻ എല്ലാവരെയും വിളിച്ച് ഞാൻ പറയും നീ ജയിച്ചെങ്കിൽ കേട്ടാ. നിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പർ വന്നിട്ട് എൻ്റെ റിസൾട്ട്. അച്ഛാ, എന്താ അച്ഛാ എൻ്റെ റിസൾട്ട്? ഞാൻ തോറ്റ അതോ ജയിച്ച? അച്ഛൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവുള്ളൂ. നിൻ്റെ റിസൾട്ട്, ഞാനൊരു കാര്യം പറയട്ടെ. നിൻ്റെ റിസൾട്ട്, നിൻ്റെ 10th. അച്ഛാ, വളച്ചൊടിക്കാതെ കാര്യം എന്താ പറയാ അച്ഛാ? എന്തായി 10th?
അങ്ങനെ നീ 10th പാസ്സായിരിക്കുന്നു മോനെ, പാസ്സായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ 10th പാസ്സാവുമെന്ന്. എത്ര A+ ഉണ്ട് എനിക്ക്? എന്നെ ഒന്ന് കാണിക്കുമോ റിസൾട്ട്? റിസൾട്ടിൽ എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ നിനക്ക് 85% ഉണ്ട്. അതായത് 5 A+ഉം 3 B+ഉം അത്രയാണ് നിനക്ക് കിട്ടിയത് കേട്ടാ. ഇനിയാണ് എൻ്റെ പുതിയ കളി, പുതിയ ഫോണ്. ഇനി എല്ലാ ആൾക്കാരുടെയും പോക്കറ്റിലെടുത്ത് എൻ്റെ പൈസ വയ്ക്കാനും എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. ഇനി എല്ലാം നടന്നല്ലോ. ഇനിയുള്ള പുതിയ ഫോണ് നമുക്ക് എന്ന് പോയി എടുക്കാച്ചാ? പുതിയ ഫോണ് നാളെ പോയി എടുത്താലോ? നിൻ്റെ പുതിയ ഫോണല്ലേ, നമുക്ക് നാളെ പോയി എടുക്കാം. പക്ഷെ നീ വരണ്ട, ഞാൻ പോയി വാങ്ങിച്ചു. ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് ആക്കി വെച്ചേക്കാം ഫോൺ കേട്ടാ. അച്ഛാ അങ്ങനെയെങ്കിൽ അങ്ങനെ നാളെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. എനിക്ക് നാളെ അവൻ്റെ റിസൾട്ട് എന്തായി. ഇനിയിപ്പോൾ ഏതായാലും നാളെ സ്കൂളിൽ പോകണം. അവൻ്റെ വീട്ടിൽ കയറിയിട്ടേ വരുള്ളൂ. അവനും ജയിച്ചിരുന്നു. അവൻ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇനിയിപ്പം ഞാൻ ഒന്ന് പോയിട്ട് വരാം നാളെ അവൻ്റെ വീട്ടിലെ. അച്ഛാ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വരാമേ. എന്നെ അവൻ വിളിച്ചിരിക്കുന്നു. ഞാൻ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടാ. ബായ്. എന്തായി നിൻ്റെ 10th റിസൾട്ട്? നീ ജയിച്ചെന്നറിഞ്ഞു. എത്ര A+ കിട്ടി നിനക്ക്? എനിക്ക് ഒരു 7 A+ഉം 2 B+ഉം കിട്ടി. ഇന്നപ്പോൾ ഏതായാലും പുതിയ ഫോൺ ഞാൻ ഇന്നപ്പോൾ എൻ്റെ അച്ഛൻ രാവിലെ പോയി എടുക്കുക എനിക്കുള്ള. ഏതായാലും അത് നിന്നെ കണ്ട് സംസാരിക്കാനാണ്. എന്തായി നിൻ്റെ മുത്തശ്ശിയുടെ കാര്യം? അവരുടെ അസുഖം കുറഞ്ഞ? കൺഗ്രാറ്റ്സ്. പിന്നെ മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലടാ. എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പനിയും ജലദോഷവും പിടിച്ച് ഛർദിലൊക്കെ വന്നവർക്ക്. അതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുപോയത്. പിന്നെ എന്നാൽ പിന്നെ രാവിലെ പോയി പുതിയ ഫോൺ എടുക്കുമല്ലേ? എൻ്റേത് അടുത്ത ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് എൻ്റെ പുതിയ ഫോൺ വരും. അതായിരുന്നല്ലേ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏതായാലും എൻ്റെ അടുത്ത് നേരത്തെ വരണമെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ഏതായാലും വാങ്ങിച്ചു വേണം വെച്ചേ. പെട്ടെന്നൊന്ന് ഞാൻ വീട്ടിൽ പോട്ട്. മോനെ നീ വന്നാ? നിനക്കൊരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. മനസ്സിലായി. പുതിയ ഫോണല്ലേ എടുത്തല്ലേ? എവിടെ ഫോൺ? എവിടെ? അത് തന്നെ, പുതിയ ഫോൺ തന്നെ. അപ്പം നിൻ്റെ ഫോണങ്ങ് തരട്ടാ. ഫോണങ്ങ് എടുത്ത് തരാം. ഞാൻ നോക്കട്ടെ ഫോണ്. അപ്പോൾ എടുത്താൽ ഫോൺ കാണിക്കട്ടെ. അപ്പം ഇതാണ് നിൻ്റെ പുതിയ ഫോണ്, സാംസങ് ഗാലക്സി M11. ഇതാ വെച്ചോ നിൻ്റെ പുതിയ ഫോൺ. കൊള്ളാലോ, നല്ല പുതിയ ഫോണ്. എൻ്റെ സാംസങ് ഗാലക്സി M11 എൻ്റെ ഫേവറേറ്റ്. നിൻ്റെ ചങ്ക് ഫോണാണ്, ചങ്ക്. ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ എൻ്റെ പുതിയ ഫോണൊക്കെ ഒന്ന്. എന്തൊക്കെ കാണുമോ എന്താ. ഇനിയിപ്പോൾ റൂമിൽ പോട്ടെ ഞാൻ. എൻ്റെ പുതിയ ഫോൺ അപ്പോൾ എടുത്ത് വെക്കട്ടെ. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ ഫോണിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ. ഇതിലും തന്നെ ഫോൺ കണ്ടിട്ട്. എൻ്റെ ഫോൺ ഇതാണ് എൻ്റെ സാംസങ് ഗാലക്സി M11. കിട്ടില്ല. ചാർജ് ഉണ്ടായിരുന്നു. ചേട്ടേ ചാർജൊന്നും ഇല്ല. ചാർജ് ചെയ്യാൻ വെക്കട്ടെ ഫോണൊക്കെ. ചേട്ടാ ഫോൺ കിട്ടിയതിൻ്റെ ഒന്നാമത് കിട്ടില്ല. കിട്ടില്ലെന്ന് തന്നെ ഫോൺ. ചാർജ് കുറവ്. എടുത്ത് ചാർജ് ചെയ്യാൻ വെക്കട്ടെ. അച്ഛാ സംഗതി കിട്ടില്ല കേട്ടോ. പുതിയ ഫോണ് കിട്ടില്ല ഫോണ് കേട്ടാ. താങ്ക്സ്. ഇനി +2 ജയിക്കുമ്പോൾ ഇനി കാറ് വല്ല തരും എനിക്ക്. ഇനി ഫോണ് തന്നെ ഞാൻ ഇപ്പം പ്രതീക്ഷിച്ചു. ഇനി കാറ് തരും എനിക്ക് +2 ജയിച്ചാൽ. അതെ. അങ്ങനെ ഇപ്പം പുതിയ ഫോണൊക്കെ കിട്ടി സന്തോഷമായില്ലേ? ഇനി +2 ജയിക്കട്ടെ. അപ്പോഴും കാറായിരിക്കില്ല. കാറ് മാത്രമല്ല, നിനക്ക് ബൈക്ക് വേണമെങ്കിൽ ഞാൻ ഈ എടുത്ത് തരാം അച്ഛാ കേട്ടാ. ഓക്കെ അച്ഛാ, താങ്ക്സ്. ഇനിയിപ്പോൾ നല്ല ഫോണും കിട്ടി, എല്ലാം കിട്ടി. അങ്ങനെ നല്ലത് കിട്ടി. നല്ല ഇനിയിപ്പോൾ പൈസ ഇനി എനിക്ക് കിട്ടണ്ടേ. ഇനി +2 ചെയ്യട്ടെ. അപ്പോഴും നല്ലൊരു കാർ എടുത്തിടും. അപ്പോഴേനും നമുക്ക് ബൈ. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് എല്ലാം ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫ്രീ ഫയർ ലൈവ് ഇടും. ഇനി ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കാണും എനിക്കപ്പം. നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ഒരാൾ തന്നെ യൂട്യൂബിലുണ്ട്. ഗ്രാഫ് ഗെയിം എന്നാണ് പേര്. ഗ്രാഫ് ഗാം എന്നാണ് പേര്. അങ്ങനത്തെ കാര്യം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ.